മനിതനിലും അറിവ് വിളക്ക് തെളിയട്ടെ. അവകാശമൗദാര്യമല്ല പുലരി പിറക്കട്ടെ. അറിവുള്ള കരമധികാര പേനയെടുക്കട്ടെ. ആ മഷി കൊണ്ട് ഇനി പുതുതലമുറ നീതി എഴുതട്ടെ. മോഹൻലാൽ പിണറായി വിജയനായിട്ടുള്ള അഭിമുഖത്തിന് ശേഷം അനുഭവിച്ച കാര്യം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. ചീത്തവിളികളും പള്ളുവിളികളും ഒക്കെ നിരന്തരമായി ഉന്നയിക്കപ്പെടും. വേടന് എതിരെ ഇനി വ്യാപകമായി അത്തരത്തിലുള്ള സൈബർ അറ്റാക്ക് സ്വാഭാവികമായി ഉണ്ടാകും. നമസ്കാരം. ഒരു പാട്ടിനെ പറ്റി പറയാനും ചെറിയൊരു വീഡിയോ ആണ്. കാലമേ നാം നടന്ന ദൂരമേ നാളെ നല്ലതാകുമേ. ജനാധിപത്യ ഭൂമിയെ ജനം ഭരിക്കും കാലമേ. വേടനാണല്ലോ, ഏത് പാട്ടാണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാൻ അതിനെക്കുറിച്ച് പറയാനാണല്ലോ വന്നത്. അപ്പോൾ അത് തന്നെ പറയാം. കുറച്ച് നാൾ മുമ്പാണ് നമ്മൾ വി.ഡി. സതീശൻ്റെ പുതുയുഗ യാത്രയിൽ ആ യാത്രയ്ക്ക് അകമ്പടിയായി അവർ നിർമ്മിച്ച് പുറത്തിറക്കിയ ഒരു പാട്ടിനെ കുറിച്ച് സംസാരിച്ചത്. ആ പാട്ടിൻ്റെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ നമ്മൾ കുറച്ച് വലിയ വീഡിയോയിൽ സംസാരിച്ചാണ്. ഇപ്പോൾ പ്രചരണ രംഗത്തേക്ക് രാഷ്ട്രീയ പാർട്ടികൾ കടക്കുന്നതിൻ്റെ ഭാഗമായി LDF വേടനെ വെച്ചൊരു പാട്ടാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. വേടൻ കേരളത്തിൽ വലിയ സ്വീകാര്യതയുള്ള, വലിയ ക്രൗഡിനെ ഇളക്കിവിടാൻ കെൽപ്പുള്ള ഒരു ഗായകനോ ഗാനരചയിതാവോ ഒക്കെയാണ് വേടനൊരു സാധാരണ നമ്മുടെ ഈ സംഗീത ലോകത്തിൻ്റെ പരിമിതികളെ മറികടന്ന് പൊതുസമൂഹത്തിൽ സ്വാധീനം ചെലുത്തിയ ഒരാൾ കൂടിയാണ് വേടനാണ് ഇപ്പോൾ ഈ പാട്ടുമായി രംഗത്ത് വന്നിരിക്കുന്നത്. വേടൻ്റെ പാട്ട് ഉൾക്കൊള്ളുന്ന കാര്യങ്ങളെക്കുറിച്ചും എന്താണ് പാട്ട് എന്നതിനെക്കുറിച്ചും വളരെ ചെറിയതായിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. ഒരുപക്ഷെ LDF കഴിഞ്ഞ തവണ വലിയ പാട്ട് ഓരോ ഘട്ടങ്ങളിലും പുറത്തിറക്കാറുണ്ടായിരുന്നു പ്രചരണത്തിന്. UDFും പുറത്തിറക്കാറുണ്ടായിരുന്നു. ഇത്തവണ UDFിൻ്റെ പാട്ട് ആദ്യം വന്നു. അത് പുതുയുഗ യാത്രയുടെ ഭാഗമായിട്ടാണ് വന്നത്. ഇപ്പോൾ വേടൻ വഴി ഒരു പാട്ട് കൂടി അവർ പുറത്തിറക്കിയിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ പാട്ടിൻ്റെ ആദ്യ ഭാഗം കേട്ടതിന് ശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം. പാട്ടിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ കാര്യം വ്യക്തമാണ്. ഈ സർക്കാർ കഴിഞ്ഞ ദിവസം വലിയ വിവാദമായ പത്രപരസ്യം നിങ്ങളുടെ ഓർമ്മയിലുണ്ടാവും. 10 വർഷം മുമ്പ് എന്തായിരുന്നു കേരളം, 10 വർഷം കഴിയുമ്പോൾ എന്താണ് കേരളം എന്ന് അവർ പറയാൻ ശ്രമിക്കുകയാണ്. ഒരുപക്ഷെ സമീപകാലത്ത് പ്രതിപക്ഷത്തിൻ്റെ സമർത്ഥമായ രാഷ്ട്രീയ കരുനീക്കങ്ങളുടെ ഭാഗമായി സർക്കാരിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങളെ ചർച്ചകളിൽ നിന്നും അകറ്റി നിർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ നിയമസഭയിൽ തെരഞ്ഞെടുപ്പിൽ മറ്റു വഴികൾ LDFിനെ സംബന്ധിച്ചില്ല. മറ്റുള്ള ചർച്ചകളിലേക്ക് കടന്നാൽ LDFിന് ഒരു ഗുണവും ഉണ്ടാകില്ല എന്നുള്ള തിരിച്ചറിവ് കൊണ്ട് തന്നെ അവർ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം അവരുടെ പ്രവർത്തനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് മാത്രം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രതിപക്ഷം അതിലേക്ക് വീഴില്ല എന്ന് ഉറച്ച നിലപാട് ഒരു ഭാഗത്ത് എടുക്കുമ്പോൾ തന്നെ ഭരണപക്ഷം CPM അതിലേക്ക് അവരെ കൊണ്ടുവരിക, പൊതുസമൂഹത്തിൻ്റെ പ്രചരണ വിഷയം സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ ആക്കി മാറ്റുക. അത് വികസന പ്രവർത്തനമായിക്കോട്ടെ, ക്ഷേമ പ്രവർത്തനങ്ങളായിക്കോട്ടെ, അതാക്കുക എന്നുള്ളതാണ്. വേടൻ്റെ പാട്ടിലും ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്ന അതാണ്. വയനാട് വരെയുള്ള കാര്യങ്ങൾ, കാത്തിരുന്ന കാലമേ ഇതാ വന്നു ചേർന്നു എന്ന വരികൾ സൂചിപ്പിക്കുന്നതും ആ വരികളിൽ കാണിക്കുന്ന ദൃശ്യങ്ങളും അതാണ് നമ്മളെ കൊണ്ട് പറയിക്കുന്നത്. ആ ചർച്ചയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് വേടനെ സംബന്ധിച്ചുള്ള, വേടൻ അവതരിപ്പിക്കുന്ന ഈ പാട്ടിലും പ്രധാനപ്പെട്ട കാര്യം. അത് അതിജീവനത്തിന് വേണ്ടി ശ്രമിച്ച ജനത അതിജീവിച്ചെത്തി നിൽക്കുന്ന ഇടം വരെ വരുന്നു. ഒപ്പം ഈ പാട്ട് മുന്നോട്ട് വെക്കുന്ന മറ്റ് ചില പ്രധാന കാര്യങ്ങളുണ്ട്. അത് ഈ സർക്കാരിൻ്റെ തുടക്കം മുതൽ അവർ മുന്നോട്ട് വെച്ച പ്രവർത്തനങ്ങളാണ്. ഒന്ന്, സമൂഹത്തിൽ വളരെ ക്ലീനിങ് ആയിട്ടുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക. അത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, ആരോഗ്യ മേഖലയുടെ കാര്യത്തിൽ, ക്ഷേമ പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ഒക്കെ അത് സൃഷ്ടിക്കുക എന്നുള്ളതാണ് പ്രധാനമായി അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിനെ അവർ ആദ്യം വാഗ്ദാനം ചെയ്ത എല്ലാം ശരിയാക്കും എന്ന് ആദ്യം ഇപ്പം ശരിയാക്കി തരാമെന്നുള്ള ക്ലീഷേ കോമഡിയിലേക്ക് നമ്മളതിനെ പരിഹാസത്തിൻ്റെ ഭാഷയിലേക്ക് കൊണ്ടുപോയിരുന്നു. എങ്കിലും 10 വർഷത്തിന് ശേഷം എല്ലാം ശരിയാക്കി എന്ന പ്രസ്താവനയിലേക്ക് അവരെത്തുകയാണ് ചെയ്യുന്നത്. അത് സമർത്ഥിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അതിൽ നിന്നും മാറി നടക്കാൻ ഒരു രാഷ്ട്രീയ പ്രചരണ വിഷയത്തിനെയും അങ്ങനെ മാറ്റിക്കൊണ്ടുപോകാൻ വിടില്ല എന്ന് തന്നെയാണ് ഈ പാട്ടും അവർ വ്യക്തമാക്കുന്നത്. അടുത്ത വരികൾ കൂടി നമുക്ക് കാണുമ്പോൾ അത് വ്യക്തമാകും. മനിതനിലും അറിവ് വിളക്ക് തെളിയട്ടെ. അവകാശമൗദാര്യമല്ല പുലരി പിറക്കട്ടെ. അറിവുള്ള കരമധികാര
മഷി പോരാട്ടമേ, ഒരു വിരൽ മഷി പോരാട്ടമേ. കാത്തിരുന്ന കാലമേ, നാം നടന്ന ദൂരമേ, നാളെ നല്ലതാകുമേ. ജനാധിപത്യ ഭൂമിയെ ജനം ഭരിക്കും കാലമേ. ഒരു സൂര്യോദയത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു എന്ന പ്രഖ്യാപനം ഈ പാട്ടിലുണ്ട്. കാൽ നടന്ന ദൂരം, കഴിഞ്ഞ 10 വർഷം എന്ന അജണ്ട അവരും സെറ്റ് ചെയ്യുകയാണ്. ആ കാൽ നടന്ന ദൂരം നമ്മൾ ഓർമ്മിക്കണം, അത് ഈ ഒരു വിരൽ മഷിയിലേക്ക് നമ്മൾ ആവാഹിക്കണം. ഈ തെരഞ്ഞെടുപ്പിലൂടെ നമ്മളതിനെ മറികടക്കണം, ഒന്നായി തുടരാം എന്ന പ്രഖ്യാപനത്തോടു കൂടിയാണ് വേടൻ്റെ പാട്ട് അവസാനിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇവരുടെ മുദ്രാവാക്യം എന്നുള്ള ചോദ്യം പലരും ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. പ്രതിപക്ഷത്തിൻ്റേത് കടക്കുപുറത്ത് പോലുള്ള മുദ്രാവാക്യങ്ങൾ പലയിടത്തും ഉണ്ട്. പുതിയ കാലത്തിനെ കുറിച്ചുള്ള അവരുടെ പ്രതീക്ഷകൾ ഉണ്ട്. പുതിയ കാലം എന്ന് പറഞ്ഞാൽ 10 വർഷം മുമ്പുള്ള കോൺഗ്രസിൻ്റെ കാലത്തിലേക്ക് തിരിച്ചു പോകാനുള്ള പ്രതീക്ഷകൾ അവർ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ആ തിരിച്ചുപോക്ക് എന്താണ് എന്ന് ഇവർ LDF ആവിഷ്കരിക്കുകയാണ്. ആ തിരിച്ചുപോക്ക് കേരളത്തിൻ്റെ ഏറ്റവും മോശപ്പെട്ട ഒരു കാലമാണ്. ആ കാലത്തേക്ക് തിരിച്ചു പോകണോ, അതോ ഈ 10 വർഷം കൊണ്ട് കാൽ നടന്ന ദൂരം അതിജീവിച്ച് ഒരു സൂര്യോദയത്തിലേക്ക് എത്തിപ്പെട്ട ഇടത്ത് നിന്ന് നമുക്ക് മുന്നോട്ട് പോകണോ എന്നുള്ളതാണ് ചോദ്യം. അതിനുള്ള തെരഞ്ഞെടുപ്പ് സാഹചര്യത്തെക്കുറിച്ചാണ് അവർ മുന്നോട്ട് വെക്കുന്ന ആശയം. വേടൻ്റെ പാട്ട് പ്രധാനമാണ്. വേടൻ്റെ പാട്ടിനെ കുറിച്ച് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. വേടൻ ഇനി ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്തോടുകൂടി വലിയൊരു സൈബർ എതിർ വാദങ്ങൾക്ക് കൂടി ഇരയാകും. മോഹൻലാൽ പിണറായി വിജയനായിട്ടുള്ള അഭിമുഖത്തിന് ശേഷം അനുഭവിച്ച കാര്യം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. ചീത്തവിളികളും പള്ളുവിളികളും ഒക്കെ നിരന്തരമായി ഉന്നയിക്കപ്പെടും. വേടന് എതിരെ ഇനി വ്യാപകമായി അത്തരത്തിലുള്ള സൈബർ അറ്റാക്ക് സ്വാഭാവികമായി ഉണ്ടാകും. അങ്ങനെയുള്ള സ്വാഭാവിക എന്ന വാക്കതിന് യോജിക്കുമെന്നറിയില്ല. അങ്ങനെ ഉള്ളൊരു രാഷ്ട്രീയ പ്രബുദ്ധതയായി നമ്മുടെ രാഷ്ട്രീയ പ്രബുദ്ധത മാറിയിട്ടുണ്ട്. അതെ, ആരായാലും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കൂടി പോകുമെന്ന് ഈ പാട്ടിൻ്റെ സാഹചര്യം നമ്മൾ ഓർമ്മിപ്പിക്കും മുമ്പ് ഉള്ള അനുഭവങ്ങൾ കൂടി. എന്തായാലും LDFനെ സംബന്ധിച്ച് ഈ പാട്ട് പ്രധാനമായി അവർ മുന്നോട്ട് വെക്കുകയാണ്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ് കാലത്തും ഇറക്കിയതുപോലെ വേടനെ മുൻനിർത്തിക്കൊണ്ടുള്ളൊരു പാട്ട് ഉള്ളടക്കത്തിൽ ഒരുപക്ഷെ സ്വാഭാവികമായ രസകരമായ കാവ്യാത്മകമായ വരികൾ ഉൾപ്പെടുത്തിയ ഒരു പാട്ട് എന്നുള്ളതിനൊപ്പം തന്നെ അതിൽ അടങ്ങിയിരിക്കുന്ന രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ ഉദ്ദേശം വ്യക്തവുമാണ്. പാട്ടിൻ്റെ ഒടുവിൽ ഒന്നായി തുടരാമെന്ന പ്രഖ്യാപനം കൂടി ഉണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. പാട്ടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാം. ഒപ്പം ഇത് രാഷ്ട്രീയമായ പ്രചരണത്തിനുള്ള പാട്ടാണ് എന്നുള്ളതിനപ്പുറത്ത് ആസ്വദിക്കുകയോ ആസ്വദിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ തന്നെ ആ ബോധം നമുക്കുണ്ടാവും എന്നുകൂടി പറയുന്നു. ഈ പാട്ടിൻ്റെ അനുരണനങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് വേടനായതുകൊണ്ട് പ്രത്യേകിച്ചും നമുക്ക് കാത്തിരുന്നതിനെ കാണാം. നന്ദി, നമസ്കാരം.